കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ലാൽ സലാം എന്ന രജനീകാന്ത് വളരെ പ്രധാന റോളിലെത്തിയ രജനീകാന്തിനെ വെച്ച് പ്രൊമോഷൻ നടത്തി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കളക്ഷനാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ഐശ്വര്യ രജനീകാന്തിന്റെ സംവിധാനത്തിൽ രജനീകാന്ത്, വിഷ്ണു വിശാൽ, വിക്രാന്ത് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമ ആദ്യ 3 ദിവസങ്ങൾ, അതായത് ആദ്യ വീക്കെൻഡ് തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ സിനിമയ്ക്ക് 20 കോടി 20 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നും 10 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 8 കോടി രൂപയ്ക്ക് മുകളിലാണ്. കേരളത്തിൽ 50 ലക്ഷം രൂപ പോലും ഫൈനൽ കളക്ഷൻ നേടിയെടുത്തില്ല എന്ന് പറയാവുന്ന സിനിമ കൂടിയായ ലാൽ സലാം തിയേറ്ററുകളിലെ പരാജയം ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കളക്ഷൻ, മികച്ച കളക്ഷൻ ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 50 കോടി രൂപയ്ക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ വൻ ദുരന്ത സ്റ്റാറ്റസ് ഏറെക്കുറെ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കൂ ഫൈനൽ വരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ കേട്ടാം. ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിട്ട സിനിമയാണല്ലോ ജയറാമിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയെടുത്ത അബ്രഹാം ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ജയറാം നായകനെത്തിയ സിനിമ ഇപ്പോഴത്തെ 23 കോടി 15 ലക്ഷം കേരള ഗ്രോസിലേക്ക് 32 ദിവസങ്ങൾ കൊണ്ടെത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉൾപ്പെടെ വൻ വിജയം നേടിയെടുത്ത സിനിമ അങ്ങനെ ഫൈനൽ റൺ ഉറപ്പാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണ് തേരി ബാത്തുൻ മേ ഐസ ഉൽജാജിയ എന്ന സിനിമ. ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങളായിരുന്നു ആദ്യ ദിവസം തന്നെ ലഭ്യമായത്. ഇപ്പോഴത്തെ അതിനൊത്ത മികച്ച കളക്ഷൻ ആദ്യ വീക്കെൻഡിൽ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 55 കോടി വേൾഡ് വൈഡ് ഗ്രോസിലേക്ക് സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. 50 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മികച്ച തുടക്കം നേടിയെടുത്തിരിക്കുകയാണ്. 100 കോടിക്ക് മുകളിൽ ഫൈനൽ കളക്ഷൻ നേടിയെടുക്കുമോ എന്നാണ് നാം ഇനി ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു രാഷ്ട്രീയ സിനിമയാണല്ലോ യാത്ര 2. മമ്മൂട്ടി വളരെ പ്രധാനപ്പെട്ട റോളിലെത്തിയ ജീവ നായകനെ എത്തിയ യാത്ര 2 എന്ന സിനിമയുടെ ആദ്യ വീക്കെൻഡ് കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ച പോലെ 5 കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് സിനിമ 4 ദിവസങ്ങൾ ആദ്യ വീക്കെൻഡിൽ ഉണ്ടായിരുന്നിട്ട് പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ഏറെക്കുറെ വാഷ് ഔട്ടിന്റെ വക്കിൽ എത്തപ്പെട്ട യാത്ര 2 എന്ന സിനിമയ്ക്ക് 4 കോടി 80 ലക്ഷത്തോളം രൂപയാണ് ആദ്യ 4 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ. തിയേറ്ററുകളിലെ വൻ ദുരന്തം സ്റ്റാറ്റസ് നേടിയെടുത്ത സിനിമ യാത്രയുടെ ആദ്യ ഭാഗത്തിന്റെ കളക്ഷൻ പോയിട്ട് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ മറ്റൊരു തെലുഗു സിനിമ കൂടിയ ഏജന്റിന്റെ ഫൈനൽ കളക്ഷന്റെ പകുതി പോലും ഈ ഒരു സിനിമ ഇനി നേടിയെടുക്കില്ല എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ സിനിമയ്ക്ക് റിലീസ് ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്ത് പറയട്ടെ. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം.